കേരള മന്ത്രിസഭയുടെ ഏപ്രിൽ 9-ാം തീയതിയിലെ യോഗം കേന്ദ്രത്തിന്റെ PM ശ്രീ സ്കൂൾ പദ്ധതി സംബന്ധിച്ച തീരുമാനത്തിൽ തിടുക്കം കാട്ടേണ്ടതില്ലെന്ന ധാരണയിൽ മാറ്റിവെക്കുകയുണ്ടായി. പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപ കേന്ദ്രം തടഞ്ഞിരിക്കുകയാണ്. കേരളത്തിനു പുറമെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, പഞ്ചാബ് തുടങ്ങി പ്രതിപക്ഷ ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കും സമഗ്ര ശിക്ഷാ വിഹിതം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. നവവിദ്യാഭ്യാസ നയം 2024-ന്റെ പ്രായോഗിക നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് PM ശ്രീ NEP 2024 നടപ്പാക്കുന്നത് സംബന്ധിച്ച കേരളമടക്കം സംസ്ഥാനങ്ങളുടെ വിയോജിപ്പ് രാഷ്ട്രീയവും ആശയപരവും പ്രായോഗികവുമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കം, അത് മുന്നോട്ട് വയ്ക്കുന്ന ലോകവീക്ഷണം, സംസ്ഥാനങ്ങൾ തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളിൽ നിലനിൽക്കുന്ന അന്തരം, അടിസ്ഥാന സൗകര്യങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾ, വിദ്യാഭ്യാസ രംഗത്തിലെ ഉൾക്കൊള്ളൽ, സ്വഭാവത്തിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ളതാണ് ഈ വിയോജിപ്പ്. കേരളവും തമിഴ്നാടും പോലെ ഏതാണ്ട് 100% കുട്ടികളും സ്കൂളിൽ ചേരുകയും കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറച്ചുകൊണ്ടുവരികയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്ത സംസ്ഥാനങ്ങളെയും ഈ മാനദണ്ഡങ്ങളിലെല്ലാം അതീവ പിന്നാക്കാവസ്ഥ നിലനിൽക്കുന്ന ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളെയും ഒരേപോലെ സമീപിക്കുന്ന യാഥാർത്ഥ്യബോധമില്ലാത്തതും യുക്തിരഹിതവും അശാസ്ത്രീയവുമാണ് PM ശ്രീ പദ്ധതിയുടെ സമീപനം. പാദത്തിനനുസൃതമായ ചെരുപ്പിന് പകരം ചെരുപ്പിനനുസരിച്ച് പാദം മുറിക്കുന്ന സമീപനമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. NEP 2020-ന്റെ എല്ലാ ഘടകങ്ങളെയും സംയോജിപ്പിക്കുന്ന രാജ്യത്തെ എല്ലാ ബ്ലോക്കുകളിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 2 സ്കൂളുകൾ വീതം മൊത്തം 14,500 മാതൃകാ സ്കൂളുകൾ 2027-ൽ അവസാനിക്കുന്ന 5 വർഷം കൊണ്ട് വികസിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യയിൽ കേന്ദ്ര, സംസ്ഥാന, കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളായിരിക്കും പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുക. 27,360 കോടി രൂപയാണ് വിഭാവനം ചെയ്യുന്ന മൊത്തം ചിലവ്. ഇതിന്റെ 66%, അതായത് 18,128 കോടി രൂപ കേന്ദ്ര വിഹിതവും ബാക്കി സംസ്ഥാന വിഹിതവുമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ഈ മാതൃകാ സ്കൂളുകൾ രാജ്യത്തെ മൊത്തം 1.32 ദശലക്ഷം സ്കൂളുകളുടെ കേവലം 1.4% മാത്രമാണ്. ഈ വസ്തുത തന്നെ NEP-യുടെ ഉൾക്കൊള്ളൽ എന്ന ആശയത്തെ തന്നെ അപഹസിക്കലാണ്. PM ശ്രീ പദ്ധതി വിഭാവനം ചെയ്യുന്ന വിഭവ വിതരണ തോതിലാണ് പദ്ധതി മുന്നേറുന്നതെങ്കിൽ ലക്ഷ്യം കൈവരിക്കാൻ മറ്റൊരു 72 വർഷമെങ്കിലും വേണ്ടിവരുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന സ്കൂളുകൾക്ക് വാർഷിക ഗ്രാന്റ്, സയൻസ് കിറ്റുകൾ, ഉപരിഘടന ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കായി പ്രതിവർഷം പരമാവധി 25 ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക. അതായത് പദ്ധതി കാലയളവിൽ ഒരു സ്കൂളിന് ലഭിക്കാവുന്ന ആനുകൂല്യം 1.25 കോടിയിൽ അധികരിക്കില്ല. 21-ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമായ പുതുതലമുറയെ സൃഷ്ടിക്കാൻ ഇത്രയും തുച്ഛമായ നിക്ഷേപം നടത്താൻ തുനിഞ്ഞിറങ്ങിയ മോഡി സർക്കാരിന്റെ ചങ്കൂറ്റം അപാരം തന്നെ. PM ശ്രീ പദ്ധതി ലക്ഷ്യം വയ്ക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളടക്കം അടിസ്ഥാന സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂം അടക്കം വിവരസാങ്കേതിക സംവിധാനങ്ങളും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും കേരളത്തിലെ മഹാഭൂരിപക്ഷം സ്കൂളുകളിലും ഇപ്പോൾ തന്നെ ലഭ്യമാണ്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തന ഫലമായി ഇപ്പോൾ തന്നെ 40,000-ലേറെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനായി ലാപ്ടോപ്പുകൾ ഇല്ലാത്ത സ്കൂളുകൾ സംസ്ഥാനത്ത് ഉണ്ടാവില്ല. വസ്തുത ഇതാണെന്നിരിക്കെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല എന്നതിന്റെ പേരിൽ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ വിഹിതം കേരളത്തിന് നിഷേധിക്കുന്ന കേന്ദ്ര നിലപാട് അനീതിയും ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവുമാണ്. സർവശിക്ഷാ അഭിയാൻ പദ്ധതി പാർലമെന്റ് പാസാക്കിയതും 2010-ൽ നിലവിൽ വന്നതുമായ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമാണ്. 2020-ൽ ഭരണനയത്തിന്റെ ഭാഗമായി ആവിഷ്കരിച്ചതും തുടർന്ന് 2024-ൽ നവീകരിച്ചതുമായ NEP-യുടെയും അതിന്റെ ഭാഗമായ PM ശ്രീ പദ്ധതിയുടെയും പേരിൽ സർവശിക്ഷാ അഭിയാൻ വിഹിതം മോഡി സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിഷേധിക്കുകയാണ്. GST, തിരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ എന്നതുപോലെ രാജ്യത്തിനൊട്ടാകെ ബാധകമാകുന്ന സ്കൂൾ വിദ്യാഭ്യാസ നയവും പദ്ധതികളും എന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളുടെ നിഷേധവും വൈവിധ്യങ്ങളുടെ നിരാകരണവുമാണ്. കേരളമടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും മികവും അവഗണിച്ച് ഈ രംഗത്തെ തുടർവികാസത്തെയും വളർച്ചയും തടയാൻ മാത്രമേ മോഡി സർക്കാരിന്റെ ദുർശാഠ്യത്തിന് കഴിയൂ. അത്തരം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അർഹമായ അവകാശങ്ങൾ കണക്കു പറഞ്ഞു വാങ്ങാൻ രാജ്യത്തിന്റെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും സംസ്ഥാനങ്ങൾക്ക് അവസരം ഉറപ്പു നൽകുന്നുവെന്നാണ് സമകാലിക സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്.